നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല, ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവ്രി വൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എക്സാംസ് മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കുറയോ എന്നുള്ളത് പല സ്റ്റുഡൻസിന്റെയും ഡൗട്ട്സ് ആണ്. അപ്പോൾ ആ ഒരു നിങ്ങളുടെ ഡൗട്ട്സിനുള്ള ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എക്സാംസ് നമുക്ക് മലയാളത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും എഴുതാനുള്ള ചാൻസസ് അവൈലബിൾ ആണ്. അപ്പം പലരും ചൂസ് ചെയ്യുന്നത് മലയാളമാണ്. കാരണം മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടും എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ മലയാളം പോലെ തന്നെ ഇംഗ്ലീഷും ഈസി ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. എക്സാംസ് എഴുതുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പല സബ്ജക്റ്റിനും ഇംഗ്ലീഷ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടായിരിക്കുക. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. സോഷ്യോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് പോലുള്ള സബ്ജക്റ്റൊക്കെ നമുക്ക് മലയാളത്തിൽ എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാം. അതായത് നമുക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ മലയാളത്തിൽ എഴുതേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ BCom, BBA, എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റ് ഒക്കെ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. അപ്പം ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകളൊക്കെ എടുക്കുന്ന ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതൊക്കെ സബ്ജക്റ്റ് മലയാളത്തിൽ എഴുതണം അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റ് ഇംഗ്ലീഷിൽ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് മലയാളത്തിൽ എഴുതുവാണെങ്കിൽ തന്നെ നമുക്കതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ എഴുതേണ്ടതായിട്ട് വരും. വെറും പോയിന്റ് വൈസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. പിന്നെ എത്ര മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അപ്പോൾ ഏത് രൂപത്തിലാണ് എക്സാംസ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എക്സാംസ് എഴുതുക. അതുപോലെ തന്നെ എക്സാം എഴുതി കഴിഞ്ഞാൽ തന്നെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ എഴുതുന്നവർ മലയാളത്തിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതിൽ ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ വരുവാണെങ്കിൽ അതിൽ ഹെഡിങ് ഒക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കൊടുക്കാം. പക്ഷെ അതിന് കുഴപ്പമില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഷ്യോളജിയാണ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെറിയ സബ് ഹെഡിങ് ആയിട്ടൊക്കെ ഇംഗ്ലീഷിൽ കൊടുക്കാം. അതിനൊന്നും പ്രശ്നമല്ല. പക്ഷെ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് തന്നെ മലയാളത്തിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പം നമുക്കറിയാം എല്ലാവരും ഇപ്പം മലയാളത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം. കാരണം നമുക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ നല്ലത് ഇംഗ്ലീഷ് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പഠിക്കാനുള്ളതാണ്. അപ്പം നമുക്ക് മാക്സിമം ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും ക്ലാസ്സുകളും അതുപോലെ നിങ്ങൾക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം നിങ്ങൾ ഇപ്പം തന്നെ എഴുതുന്ന കാര്യങ്ങൾ തന്നെ അല്ലെങ്കിൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. മാക്സിമം മാർക്ക് ഇപ്പം തന്നെ നമ്മൾ സ്കോർ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ടേക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം 70 മാർക്കാണ് തിയറി പേപ്പറിന് വരുന്നതെന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പം മാർക്ക് നോക്കിയിട്ട് അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാം എഴുതുക. അത് ഏത് രൂപത്തിൽ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഇപ്പോൾ ഒരു 3 മണിക്കൂറാണ് എക്സാം വരുന്നതെന്നുണ്ടെങ്കിൽ ആ 3 മണിക്കൂറിനുള്ളിൽ എക്സാം എഴുതി തീരാൻ പറ്റുമോ എന്നുള്ള രൂപത്തിലൊക്കെ നോക്കിയതിന് ശേഷം മാത്രം എക്സാം എഴുതുക. ടൈം ഒരുപാട് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു 3 മണിക്കൂറിനുള്ളിൽ തന്നെ മാക്സിമം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെ സബ്ജക്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതണം അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റ് നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ മെയിനായിട്ട് നോക്കുക. പിന്നെ പഠിക്കുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും ഒക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് മാത്രം പഠിക്കുക. അതുപോലെ മാക്സിമം ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. പിന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പം മലയാളത്തിൽ എഴുതുന്ന കുട്ടികളാണെങ്കിൽ മാക്സിമം അത് മലയാളത്തിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിൽ എഴുതുന്നവരാണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുള്ളിൽ മലയാളം വേർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്യാത്ത രീതിയിൽ വേണം നിങ്ങൾ മലയാളം എഴുതുവാണെങ്കിലും ഇംഗ്ലീഷ് എഴുതുവാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ എഴുതണം. പിന്നെ അത് മാത്രമല്ല നമുക്കിപ്പോൾ ഒരു മാർക്ക് ഇപ്പോൾ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അല്ലെങ്കിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് എത്ര നമുക്ക് എഴുതണം അല്ലെങ്കിൽ 1.5 പേജ് അല്ലെങ്കിൽ 2 പേജൊക്കെ എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്ക് മേടിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം 1, 2
3 പോയിന്റ്സ് എഴുതി വെച്ചാൽ മാത്രം നമുക്ക് മാർക്ക് കിട്ടില്ല. ഈ ഒരു മലയാളത്തിൽ എഴുതുന്നത് മാത്രമല്ല, മലയാളത്തിലാണെങ്കിൽ അത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം. എത്ര പേജ് നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റുമോ അത്രയും പേജസ് എഴുതുക. അതായത് മാക്സിമം ഒരു 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 പേജ് അല്ലെങ്കിൽ 2.5 പേജെങ്കിലും എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു 15 മാർക്ക് മേടിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങളുടേതായിട്ടുള്ള രൂപത്തിൽ നിങ്ങളുടേതായിട്ടുള്ള ടിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട്. പിന്നെ നമ്മൾ ഇങ്ക് യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മാർക്ക് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും വായിച്ചതിന് ശേഷം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിപ്പോൾ മലയാളത്തിൽ എഴുതുവാണെങ്കിലും ഇംഗ്ലീഷിൽ എഴുതുവാണെങ്കിലും നമുക്ക് ഇൻസ്ട്രക്ഷൻസ് മസ്റ്റായിട്ടും വായിക്കുക. അപ്പം മലയാളത്തിൽ എഴുതുന്ന ആളുകളാണെങ്കിൽ നമ്മൾ പ്രത്യേകം എടുത്ത് പറയുകയാണ്, ഒരു മാക്സിമം മലയാളത്തിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. കാരണം നമുക്ക് എല്ലാ സബ്ജക്റ്റും മലയാളത്തിൽ എഴുതാൻ പറ്റില്ല. കാരണം ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടി വരും. മലയാളത്തിൽ എഴുതുവാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതേണ്ടി വരും. ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതിയാലും വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള സബ്ജക്റ്റ് ഏതാണ് നമ്മൾ പറഞ്ഞതുപോലെ സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റ് ഒക്കെ മലയാളത്തിൽ എഴുതുവാണെങ്കിൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്